കൂടൊന്ന് കൂട്ടിയല്ലോ കോലിയും കൊണ്ടുപോകും. ലെട്ടാ, എന്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹം ഫോറിൻ ട്രിപ്പ് പോണെന്ന്. പക്ഷെ പുറം ലോകം കാണുന്നത് ഒരു വെടി പൊട്ടുമ്പോ മാത്രോ. ലെട്ടാ, താങ്ക് യു. ഈ ഫോറിൻ ട്രിപ്പിൽ ഞങ്ങളെ കൊണ്ടുവന്നതിന്. ഒരു ദിവസം നിന്നെ മഹത്തായ കാര്യത്തിന് ഉപയോഗിക്കും. അമ്മാവന്റെ പാർട്ടിയുടെ പതാകയിൽ കെട്ടിവെക്കും. വേണ്ട വേണ്ട, അതിന് താങ്ക് യു പറയേണ്ട കാര്യമൊന്നുമില്ല. എന്റെ കാല് വേണമെങ്കിലും ഇത് കൊണ്ട് നമസ്കരിച്ചോ. ഓ തമാശയായിട്ട് പറഞ്ഞാടാ, കാര്യമായിട്ടൊന്നും എടുക്കണ്ട. ഇത് കഴിഞ്ഞ് നമുക്ക് അമേരിക്കക്ക് പോകണ്ടതാ. എന്താ അവസാനം പറഞ്ഞ തമാശയാണ് കേട്ടോ. ഒരു കാര്യം പറയൂലേട്ടാ, സ്കൈ ഡൈവിംഗിന്റെ ഏത് പാക്കേജ് എടുത്തേ? അവസാനത്തത് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു സാധനം കാണില്ല. എന്ത്? പാരച്ചൂട്ട്. എന്താ ഇതില് പാരച്ചൂട്ട് ഇല്ലേ? അയ്യോ, ബാഗില് പാരച്ചൂട്ട് ഇല്ല, അത്രയല്ലേ ഉള്ളൂ. നിന്റെ നിലവിളി കണ്ടാ തോന്നും ബാഗില് പാരച്ചൂട്ട്. പാരച്ചൂട്ട്. ഇതെന്താ സ്വപ്നമായിരുന്നോ? സ്വപ്നമായിരുന്നോ ഇത്? ഈ ഫോറിൻ കൺട്രി ട്രിപ്പ് അല്ല, സ്വപ്നത്തിലേ വരത്തുള്ളൂ. നിന്റെ സ്വപ്നം സത്യമാവാൻ പോകുന്നു. പുലർച്ചെ കാണുന്ന സ്വപ്നം സത്യമാവാറുണ്ടെന്ന് പറയാറുണ്ട്. എന്തായാലും എയും പിയും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ആ വെബ്സൈറ്റിൽ എന്റെ ഇമെയിൽ ഐഡി വെച്ചിട്ടുണ്ടായിരുന്നു. ഫോറിൻ ടിക്കറ്റ് ഗിഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അയ്യോ, ആ ടിക്കറ്റ് ഇവിടെ ആയിരുന്നല്ലോ വെച്ചിരുന്നത്. എവിടെ? ആ ടിക്കറ്റോ? ആ ടിക്കറ്റിന്റെ പുറത്ത് വെച്ച ഞാൻ സമൂസ വെച്ച് കഴിച്ചേ. എന്ത് എന്ത് എന്ത്? ഫോറിൻ ടിക്കറ്റിന്റെ മേളിൽ സമൂസയോ? ഈ ഫോറിൻ ടിക്കറ്റ് ആണെങ്കിൽ എന്റെ റോക്കറ്റ് മാമ. ഇവൻ ഫോറിൻ ടിക്കറ്റിൽ സമൂസ വെച്ച് കഴിച്ചപ്പോഴാ നിന്റെ ഒരു തമാശ. ഞാനൊരു തമാശ പറഞ്ഞ സമൂസ ഞാൻ കഴിച്ചില്ല. മസാലപ്പൊരിയായിരുന്നു, മസാലപ്പൊരി. ഒട്ടും പേടിക്കണ്ട, വേസ്റ്റ് സ്പീഡിലുണ്ട്, ഞാൻ എടുത്തോണ്ട് വരാം. ഓഹോ, പക്ഷേ ഡസ്റ്റ്ബിൻ കോർപ്പറേഷൻകാർ എടുത്തോണ്ട് പോവല്ലോ. പക്ഷേ ഇന്ന് സൺഡേ ആണ്, അവർക്ക് ഇന്ന് ലീവും ആണ്. പക്ഷേ അവൻ പറഞ്ഞിരുന്നു മൺഡേ അവൻ നാട്ടിൽ പോകും, സൺഡേ വരുമെന്ന്. പക്ഷേ ഞാൻ മറന്നുപോയി, അവനെ 2 വർഷം മുന്നേ പിരിച്ചു വിട്ടതാ. പിന്നെ അയാൾക്ക് പകരം വേറൊരാളെ നിയമിച്ചിരുന്നു. അയാളുടെ അടുത്തോട്ട് പോയി കാണും. ലെറ്റാ, അത് കോർപ്പറേഷൻകാരാ. വാങ്ങോ വാങ്ങോ സമോസ വാങ്ങോ, സമോസ വാങ്ങോ. സമൂസക്കാരനോ? അടിപൊളി, ഓരോ സമൂസ കാച്ചിയാലോ. നിർത്തടാ, നിർത്ത്. നിന്റെ ഈ സമൂസയും കിമോസയും കാരണം നമുക്ക് എത്രമാത്രം നഷ്ടം ഉണ്ടായെന്ന് അറിയോ? ഇറങ്ങിപ്പോവാൻ. സമൂസ കഴിപ്പിക്കാൻ വന്നിരിക്കുന്നു. സാരമില്ല, ഞാൻ വരാം. 2 മിനിറ്റ് കഴിഞ്ഞ്. ചവർ എടുക്കുന്ന ആളുടെ അടുത്ത് പോകേണ്ടി വരുന്ന തോന്നുന്നേ. ഫോറിന്റെ ടിക്കറ്റ് അയാളുടെ കയ്യിൽ തന്നെ കാണും. കോർപ്പറേഷൻ ഓഫീസിൽ പോയി അയാളോട് ചോദിക്കാം, എടാ ഫോറിൻ ടിക്കറ്റിന്റെ പുറത്ത് ആരെടാ സമൂസ വെച്ച് കഴിക്കുന്നേ? അത് പിന്നെ എന്റെ ഫോക്കസ് മുഴുവൻ സമൂസയിലായിരുന്നു. ഒരിക്കൽ എന്റെ വീടിനടുത്തുള്ള TV അപ്പൂപ്പൻ ന്യൂസ് പേപ്പറിന്റെ പുറത്ത് സമൂസ വെച്ച് സുഖമായി കഴിക്കുമായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒഴുകിപ്പോയി. എന്ന് വെച്ചാ ന്യൂസ് പേപ്പറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു വെള്ളപ്പൊക്കം വരുന്നുണ്ട്, നാട് വിട്ട് മാറി നിൽക്കാൻ. പുള്ളിക്കാരന്റെ ഫോക്കസ് സമൂസയിലായിരുന്നു, അതുകൊണ്ട് പാവം ഒഴുകിപ്പോയി. പാവം TV അപ്പൂപ്പൻ. ദൈവം അദ്ദേഹത്തിന്റെ ആന്റണിക്ക് ശാന്തി കൊടുക്കട്ടെ. നിന്റെ ഈ കഥ പറച്ചിൽ കഴിഞ്ഞെങ്കിൽ ഫോറിൻ ടിക്കറ്റ് തേടാൻ പോകാവോ? ഇത് നഗരസഭ ഓഫീസാണോ അതോ ഭൂത ബംഗ്ലാവാണോ? ഇത് ഭൂത ബംഗ്ലാവ് ആയാലും ശരി, ഭൂതങ്ങളുടെ ഓഫീസ് ആയാലും ശരി, ഇവിടെയാണ് ഫോറിൻ ടിക്കറ്റ് കിട്ടാൻ പോകുന്നത്. മുഴുവൻ നഗരത്തെ വൃത്തിയാക്കുന്ന ജോലി നഗരസഭയാ ചെയ്യുന്നത്. എടാ മിടുക്ക, നീ പറഞ്ഞത് തികച്ചും ശരിയാ. വരൂ.
ചൂലെ, നീ ഇവിടെ ഒരുപാട് കള്ളപ്പണി ചെയ്യുന്നുണ്ട്. ആ മൂല വൃത്തിയാക്കി. ചെയ്തോണ്ടിരിക്കണെന്നേ. കുനിഞ്ഞു കുനിഞ്ഞ് എന്റെ നടു ഒടിഞ്ഞു. കാണുന്നവര് വിചാരിക്കും ഞാൻ അവരെ സലാം ചെയ്യുവാന്ന്. ഓ, നിന്റെ ഉഴപ്പ് കാരണം ഓഫീസ് മുഴുവനും വൃത്തികേടായി കിടക്കുക. ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. ഇതിലും വേഗത്തിൽ ഞാൻ ചെയ്തോണ്ടിരുന്ന തറയിൽ തീ പിടിക്കും. നീ ഇവിടെ ചൂലടിക്കാൻ വന്നതാണോ? എന്നെ കണ്ട വേലക്കാരനായി തോന്നൂടോ എനിക്ക്? ഇട തോന്നുന്നു. എന്തു പറ്റി? സംസാരിക്കരുത്, സംസാരിക്കരുത്. അദ്ദേഹത്തിന് ഉച്ചത്തിലുള്ള ശബ്ദം ഇഷ്ടമല്ല. ഓ, ആർക്കിഷ്ടമല്ല? ഞാൻ അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയില്ല. പേരൊക്കെ ഞങ്ങൾ പറയിപ്പിച്ചോളാം. എന്റെ അമ്മാവ MLA ഒരു വാക്ക് പറഞ്ഞു കൊടുത്ത പഞ്ഞിക്കിട്ടുകളെ. ആപത്ത് വരുന്നു. നിങ്ങളുടെ 3 പേരുടെയും കാര്യം കട്ടപ്പോക. പെട്ടെന്ന് 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 കുനിഞ്ഞിരിക്കൂ, കുനിഞ്ഞിരിക്കൂ. ദേഷ്യം വന്ന് തുടങ്ങി, ദേഷ്യം വന്ന് തുടങ്ങി. എല്ലാവരുടെയും കാര്യം കട്ടപ്പോകയാകും. എനിക്ക് തോന്നുന്നു നമുക്ക് നൈസായിട്ട് അങ്ങ് പോയാലോ. ഫോറിൻ ട്രിപ്പ് നമുക്ക് സ്വപ്നത്തിൽ പോകാം. ഇവിടെ ആൾക്കാർ വരുന്നത് സ്വന്തം ഇഷ്ടത്തിലാണ്, പക്ഷെ തിരിച്ചു പോകുന്നത് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിലാണ്. ആരുടെ? അദ്ദേഹത്തിന് തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങൾ പേര് പറഞ്ഞില്ലല്ലോ, കുഴപ്പമില്ല. ആധാർ കാർഡ് ഒന്ന് കാണിച്ചാൽ മതി, അതിൽ പേരുണ്ടാവുമല്ലോ. അതോ ഇനി അവിടെ എഴുതിയിട്ടുണ്ടോ പേര് പറയില്ല എന്ന്? ഞാൻ എന്റെ അപ്പൂപ്പന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൂപ്പ, അപ്പൂപ്പ എനിക്ക് മാപ്പ് തരൂ, എനിക്ക് മാപ്പ് തരൂ അപ്പൂപ്പ. ഇവര് നല്ലവരാണ് അപ്പൂപ്പ. ഇവരെ ഒന്നും ചെയ്യരുത്, ഇവരെ ഒന്നും ചെയ്യരുത്. ഇവരെ വെറുതെ വിടൂ അപ്പൂപ്പ. വെറുതെ വിടാനോ? മറ്റേ 3 പേരോട് ചെയ്ത പോലെ ഇവരോട് ചെയ്യരുതേ അപ്പൂപ്പ, ചെയ്യരുത്. എന്താ ചെയ്തത്? നിങ്ങൾ അവിടെ ആരോടാ സംസാരിക്കുന്നേ? എന്റെ അപ്പൂപ്പനോട്. അതിനവിടെ ആരും ഇല്ലല്ലോ. ഇപ്പൊ കാണാൻ പറ്റില്ല, 80 വർഷം മുമ്പ് കാണാമായിരുന്നു. ആണോ ആണോ ആണോ? ശരി ശരി, താങ്കൾ പറയുന്ന പോലെ തന്നെ, താങ്കൾ പറയുന്ന പോലെ തന്നെ. അപ്പൂപ്പൻ എന്താ പറഞ്ഞേ? പെട്ടെന്ന് പറ, പെട്ടെന്ന് പറയൂ. അദ്ദേഹം വേണ്ടെന്നാണ് അടയാളം കാണിച്ചത്. താങ്ക് യു ദൈവമേ, താങ്ക് യു. നിങ്ങളെ ഇവിടുന്ന് വിടാൻ പാടില്ലെന്നാ പറഞ്ഞേ. ചായ കുടിക്കുന്നോ? ഇവിടെ ഞങ്ങൾ ആവിയായിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഒരു ചായ ഓടാടുന്നു. നോക്ക്, എന്റെ അമ്മാവൻ മെമ്പറാ. അതിന് ഭൂതത്തിന് മെമ്പറും കിമ്പറും ഒന്നും ഇല്ലടോ. എന്റെ പൊന്നു ഭൂതമേ, അപ്പൂപ്പന്റെ ഭൂതമേ, എന്തിനാണ് ഈ ഓഫീസിൽ വന്നിരിക്കുന്നത്? ആ മരത്തിൽ തന്നെ ഇരുന്നാ പോരായിരുന്നോ? ഇതൊന്നും ഒന്നുമല്ല, എന്റെ ബർഗർ അപ്പൂപ്പനുണ്ടല്ലോ. ഒന്ന് നിർത്തടാ. നിന്റെ ബർഗർ അപ്പൂപ്പൻ ഉണ്ടായിരുന്നു, അവന്റെ അപ്പൂപ്പൻ അവിടെ ഉണ്ട്. അവിടെ നിൽക്കുകയാണ്, പക്ഷേ കാണാൻ പറ്റുന്നില്ല. ഒന്നും മിണ്ടാതിരിക്കുക. അപ്പൂപ്പൻ എന്താ പറയുന്നുണ്ട്? പറഞ്ഞു. ആ ശരി, ഞാൻ ചോദിക്കാം. അപ്പൂപ്പൻ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന്. ടീ കുടിക്കാൻ വന്നതാണോ? ടിക്കറ്റ്. അപ്പൂപ്പന് ടിക്കറ്റ് മിക്കറ്റ് ഒന്നും ഇഷ്ടമല്ലായിരുന്നു. ടീ കട്ട്, കട്ടിങ്ങിന്റെ കട്ട്. ഞങ്ങൾ ചായ കുടിക്കാൻ വന്നതാ. കുറച്ചു നേരം കൂടി അവിടെ നിന്നിരുന്നെങ്കിൽ അവന്മാരെ ഒരു പാഠം ഞാൻ പഠിപ്പിച്ചാണ്. നിങ്ങൾ രണ്ടുപേരും എന്നെ തടഞ്ഞതുകൊണ്ടാ, അല്ലെങ്കിൽ കാണാമായിരുന്നു. നീ എന്തിനാ അവിടെ നിന്ന് വിറച്ചത്? ആദ്യമേ വീർപ്പൊക്കെ ഒന്ന് തുടയ്ക്ക്. പക്ഷെ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല.
ഇതെന്താ? ആ ഫോറിൻ ട്രിപ്പ് ടിക്കറ്റ് കിട്ടി. പക്ഷെ ഞാൻ വിചാരിച്ചു അതിന് സമൂസ വെച്ച് കഴിച്ചെന്ന്. എടാ സത്യത്തിൽ നീ ഒരു മണ്ടനാണടാ. ഒരു നിമിഷം, ഇതെന്താ എഴുതിയിരിക്കുന്നത്? ഉടൻ തന്നെ ടിക്കറ്റ് കരസ്ഥമാക്കൂ. ശരിയാ, ഞങ്ങള് കരുതിയത് ഫോറിന്റെ ടിക്കറ്റ് ആണെന്ന്. ഇവരെന്തിനാ ഇങ്ങനെ വെറുതെ മംഗ്ലീഷ് വെച്ച് കളിക്കുന്നത്? പെട്ടെന്ന് ടിക്കറ്റ് കരസ്ഥമാക്കും, ബസ്സിൽ നഗരം ചുറ്റി കാണൂ. എന്റെ ദൈവമേ, ഈ ടിക്കറ്റിന്റെ പേരിൽ പേടിച്ച് ഓടി ഓടി ഈ ഓട്ടത്തിൽ തന്നെ ഫോറിനിൽ എത്തിച്ചേരുമായിരുന്നു. വിഷമിക്കണ്ട, ഫോറിൽ പോയില്ലെങ്കിൽ എന്താ, ഈ ടിക്കറ്റിന്റെ പേരും പറഞ്ഞ് നമ്മൾ ഈ നഗരത്തിന്റെ പകുതി ചുറ്റി കറങ്ങി കണ്ടില്ലേ. ഇനി ബസ്സിൽ പോവാം. പിന്നല്ലാതെ നമ്മുടെ സിറ്റി അത്ര മോശമാണോ? ചേട്ടാ, കണ്ണീര് തുടക്കേ, എന്നിട്ട് ബസ്സിൽ വന്ന് സീറ്റ് പിടിക്കേ. വാ പോകാം പോകാം.